ആനുവൽ എക്സാമിന് അധികം സമയമൊന്നുമില്ല അല്ലെ. നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോയിനിങ് പാർട്സ്, ഭാഗങ്ങൾ ചേരുമ്പോൾ എന്നുള്ള പാർട്ട് എന്നുള്ള ഒരു ചോദ്യമാണ് മാഷിദേ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 5ാം ക്ലാസ്സിലാവട്ടെ, 6ാം ക്ലാസ്സിലാവട്ടെ, 7ാം ക്ലാസ്സിലാവട്ടെ, വലിയ വലിയ എല്ലാ ക്ലാസ്സിലും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നിതേ മാഷ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെയും വീഡിയോ ലൈക്ക് അടിച്ചു വെക്കാനും നമ്മുടെ എല്ലാ 5ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇപ്പോൾ എന്തെയും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെയായിരിക്കും പെട്ടെന്ന് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. ഞാൻ എന്തേ ഇവിടെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഈ മിക്സ്ഡ് ഫ്രാക്ഷന് എങ്ങനെ ഒരു സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് മാറ്റാം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ തിരിച്ചറിയാം? എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ? ആദ്യം എന്താണ് ഫ്രാക്ഷൻ എന്ന് നിങ്ങൾ പറഞ്ഞേ. എന്താണ് ഫ്രാക്ഷൻ? ഒരു ബൈ, അതിന് മുകളിൽ ഒരു നമ്പർ, താഴെ നമ്പർ, ഇങ്ങനെയുള്ളതാണ് എന്ത് ഒരു ഫ്രാക്ഷൻ. ഈ 5/8 എന്താണ് ഒരു സാധാരണ ഫ്രാക്ഷൻ ആണ്. ബൈയുടെ മുകളിൽ ഒരു നമ്പർ, താഴെ നമ്പർ, അങ്ങനെ രൂപത്തിലുള്ള എന്താണ് ഒരു ഫ്രാക്ഷൻ ആണ്. 1/2 ഒരു ഫ്രാക്ഷൻ ആണ്, 2/3 ഒരു ഫ്രാക്ഷൻ ആണ് അല്ലെ. ഇത്തരത്തില് ബൈ ഉള്ള നമ്പറുകളൊക്കെ ഒരു ഫ്രാക്ഷൻ ആണ്. ഇങ്ങനെ ഒരു സാധാരണ ഫ്രാക്ഷന്റെ കൂടെ ഇവിടെ നോക്കിക്കേ, ഇവിടെ 5/8 എന്നുള്ള ഈ ഫ്രാക്ഷന്റെ കൂടെ 2 എന്നുള്ള ഒരു സാധാരണ നമ്പറും കൂടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തില് ഒരു സാധാരണ നമ്പറും ഒരു സാധാരണ ഫ്രാക്ഷനും അടുത്തടുത്ത് വെച്ചാൽ അതെന്താ നമുക്ക് പറയാം? അതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അതൊരു മിക്സഡ് ഭിന്നാണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ എന്താക്കണം? ഒരു സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് ആക്കണം. ബൈയുടെ മുകളിലെ നമ്പർ, താഴെ നമ്പർ, ഇങ്ങനെയുള്ള സാധാരണ രൂപത്തിലോട്ട് നമ്മൾ 2/5/8 എന്നുള്ള മിക്സ്ഡ് ഫ്രാക്ഷനെ മാറ്റണം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പമാട്ടോ, വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യാം നമുക്ക് പെട്ടെന്ന് നോക്കാം. നമുക്കറിയാം ഒരു സാധാരണ നമ്പറും ഉണ്ട്, ഒരു സാധാരണ ഫ്രാക്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാധാരണ ഫ്രാക്ഷനെ 2/5/8 ഈ സാധാരണ 5/8 എന്നുള്ള ഫ്രാക്ഷനെ നമ്മൾ ആദ്യം ഒരു തവണ എടുത്ത് എഴുതാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ 2 എന്നുള്ള നമ്പറും കൂടെ ഉണ്ടല്ലോ. ഈ 2 എന്നുള്ള നമ്പർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ബൈയുടെ താഴെയുള്ളത് ഫ്രാക്ഷന് താഴെ നമ്പർ ഏതാ? 8. ഫ്രാക്ഷന് താഴെയുള്ള നമ്പർ ആയിട്ടുള്ള 8 ആയിട്ട് നമ്മൾ ഈ 2 എന്നുള്ള സാധാരണ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രാക്ഷന് താഴെയുള്ള 8 ആയിട്ട് നമ്മൾ ഇത് ആ 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഫ്രാക്ഷന്റെ മുകളിലുള്ള 5 ആയിട്ട് ഇത് നമ്മൾ അതിനെ കൂട്ടുക. അപ്പൊ സാധാരണ നമ്പറിനെ ഫ്രാക്ഷന്റെ താഴെയുള്ള 8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിലുള്ള 5 ആയിട്ട് കൂട്ടുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി നേരെ ഉത്തരം കണ്ടെത്തിയാൽ മതി. ഇനി എന്താണ് ഉത്തരം? 2/8 എന്താണ്? 16. 16 5 കൂട്ടിയാൽ എന്തായി? 21. അപ്പോ 5 + 2/8 ചെയ്താല് നമുക്ക് 21 എന്ന് കിട്ടും. എന്നിട്ട് താഴെ ബൈ 8 കൂടെ ഉണ്ടല്ലോ, ആ ബൈ 8 ഇതിന് അതേപോലെ ഇട്ട് കൊടുത്തു. ഇത് സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലായില്ലേ? 21/8. ബൈയുടെ മുകളിലെ നമ്പർ, താഴെ നമ്പർ, അങ്ങനെ സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് ഇത് മാറിയില്ലേ? ഇങ്ങനെ വേണം നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് മാറ്റാൻ. നമ്മളിവിടെ എന്തൊക്കെയാ ചെയ്തത്? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ സാധാരണ നമ്പറും ഫ്രാക്ഷനും അടുത്തടുത്ത് എഴുതിയതാണ്. അതിലുള്ള ഫ്രാക്ഷൻ നമ്മൾ ആദ്യം എടുത്ത് എഴുതി. ഫ്രാക്ഷന്റെ മുകളിലുള്ള 5 ആയിട്ട് നമ്മൾ എന്താ കൂട്ടിയത്? ആ സാധാരണ നമ്പറിനെ ഫ്രാക്ഷന്റെ താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി. എന്നിട്ട് നേരെ ഉത്തരം കണ്ടെത്തിയപ്പോ നോക്കിക്കേ, അതൊരു സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ മാറി. അപ്പൊ 2/5/8 എന്നുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ ഈക്വൽ ആണ് 21/8 എന്നുള്ള ഈ ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്യാം. 4/2/5 എന്നുള്ള ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് നേരെ ഒരു സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് മാറ്റാം. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? അവിടെയുള്ള ആ ഫ്രാക്ഷനെ ആദ്യം എടുത്ത് എഴുതി. 2/5നെ ആദ്യം എടുത്ത് എഴുതി. എന്നിട്ട് എന്താ ആ ഫ്രാക്ഷന്റെ മുകളിലുള്ള 2 ആയിട്ട് എന്താ കൂട്ടിയത്? ഫ്രാക്ഷന്റെ മുകളിലുള്ള 2 ആയിട്ട് എന്താ കൂട്ടിയത്? ആ സാധാരണ നമ്പറിനെ ഫ്രാക്ഷന്റെ താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സാധാരണ നമ്പറിനെ ഫ്രാക്ഷന്റെ താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഫ്രാക്ഷന്റെ മുകളിലുള്ള 2 ആയിട്ട് കൂട്ടി അല്ലെ. നേരെ ഉത്തരം കണ്ടെത്തി നോക്കി. എന്താണ് ഉത്തരം? 4 × 5 ചെയ്താൽ നമുക്ക് 20 എന്ന് കിട്ടും. 20യുടെ കൂടെ ഈ 2 കൂട്ടിയാൽ 22. പിന്നെ താഴെ ഈ ബൈ 5 പിന്നെ അതേപോലെ ഇട്ട് കൊടുത്തു. 22/5 എന്നുള്ള ഫ്രാക്ഷൻ ആണ് 4/2/5 എന്നുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ ഈക്വൽ. നമ്മൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെയും സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് മാറ്റി. അപ്പൊ നമ്മളിവിടെ എങ്ങനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷന്റെ രൂപത്തിലോട്ട് മാറ്റാന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. നേരത്തെ പറഞ്ഞ മറക്കണ്ട, ഇപ്പോൾ നമ്മൾ 5ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. മാഷ് എന്തായാലും നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ലൈവിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ലൈവ് ആരും മിസ്സാക്കാതെ വരിക. ഇനി ലൈവിൽ കാണാം, അതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.